ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നീന്തൽ പഠനം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് വിദ്യാ ബാലകൃഷ്ണൻ MLA. നന്മണ്ട അക്വാട്ടിക് അക്കാദമിയുടെ നീന്തൽ പരിശീലന പരിപാടിയുടെയും സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു MLA. ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും നീന്തൽ അഭ്യസിക്കുന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ MLA പറഞ്ഞു. നന്മണ്ട അക്വാട്ടിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നീന്തൽ പരിശീലന പരിപാടിയുടെയും സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീന്തൽ പരിശീലിക്കുന്നതില് ഇതിന്റെ ഒരു രണ്ട് വേർഡ് കോട്ടിംഗ് കണ്ടു. നീന്തൽ ആത്മരക്ഷയ്ക്ക്, ആരോഗ്യത്തിന്. ആത്മരക്ഷയ്ക്ക് മാത്രമല്ല, മറ്റു പലരുടെയും ജീവൻ പോലും രക്ഷിക്കാൻ കഴിയുന്ന ഒരു ഐറ്റമായിട്ടാണ് സ്വിമ്മിങ്ങിനെ ഞാൻ കണ്ടിട്ടുള്ളത്. നന്മണ്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീല പാടിക്കര അധ്യക്ഷത വഹിച്ചു. നന്മണ്ട അക്വാട്ടിക് അക്കാദമി പ്രസിഡന്റ് AK മുഹമ്മദ് ഇക്ബാൽ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വാർഡംഗങ്ങളായ പ്രേമലത, നീന ശശീന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു. ഭാസ്കരൻ നായർ, MK ചന്ദ്രൻ, പ്രഭാകരൻ M എന്നിവർ സംസാരിച്ചു. നന്മണ്ട അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറി VV സുഹാസൻ നന്ദി രേഖപ്പെടുത്തി. വിവിധ ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ നീന്തൽ പരിശീലനത്തിന്റെ പ്രാധാന്യവും ജലസുരക്ഷാ ബോധവൽക്കരണവും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒരു മണിക്കൂർ സെഷനാണ് നമ്മൾ ഇതിനു വേണ്ടി പരിശീലനം കൊടുക്കുന്നത്. 15 മണിക്കൂർ എന്നത് കുട്ടികൾ നീന്തൽ പഠിക്കുന്നത് വരെ ഞങ്ങൾ ഇതിന്റെ ഡ്യൂറേഷൻ ചിലപ്പോൾ 20 ദിവസം 25 ദിവസം എന്ന നിലയിലേക്ക് നിന്നുള്ളൂ. 15 വർഷം കൊണ്ട്, ഇത് 16ാമത്തെ വർഷമാണ്. 15 വർഷം കൊണ്ട് ഏതാണ്ട് 1800ഓളം കുട്ടികൾക്ക് ഞങ്ങൾക്ക് പരിശീലനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നീന്തൽ ഒരു കായിക ഇനമെന്നതിലുപരി ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ജീവിത നൈപുണ്യമാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടത്തുന്നത്. കുട്ടികളിൽ ആത്മവിശ്വാസവും ശാരീരിക ക്ഷമതയും വർദ്ധിപ്പിക്കാനും ജലഭയം അകറ്റാനുമാണ് ഈ പരിശീലനം ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി